പണ്ട് ഞാൻ എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് സാധാരണ എൻ്റെ വീട്ടിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. ഇറ്റ്സ് ലൈക്ക് എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജിൽ നമ്മുടെ ഈ ഒരു നല്ല ഐസ്ക്രീമിൻ്റെയും ബൂസ്റ്റിൻ്റെയും ഡപ്പയിലൊക്കെ നമ്മൾ കാന്താരി മുളകും അതുപോലെ തന്നെ മല്ലിപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ട് വെക്കും. അപ്പോൾ അതുപോലെ തന്നെ പുതിയൊരു ബൂസ്റ്റിൻ്റെ ഡപ്പയോ അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഡപ്പയോ വാങ്ങിക്കുമ്പം ഞാൻ ചോദിക്കും, ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഇത്രയും ഡപ്പകളൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അതുകൂടെ എടുത്ത് വെക്കുന്നതെന്ന്. പക്ഷെ അമ്മ പറയും, എടീ ഇരിക്കട്ടെ, നമുക്ക് ഉപയോഗം വരുമെന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ഈ കടയിലൊക്കെ പോയിട്ട് നമുക്ക് കൊണ്ടുവരുന്ന സഞ്ചികളൊക്കെ ഉണ്ടല്ലോ, ആ സഞ്ചികളും കവറും ഒക്കെ വേറൊരു വലിയ സഞ്ചിക്കകത്ത് ഇട്ടിങ്ങനെ ചേർത്ത് വെച്ചേക്കും. അപ്പം ഞാനും ചോദിക്കും, ഇതെന്തിനാണ് വെക്കുന്നത്? നമുക്ക് വേണമെങ്കിൽ പുതിയൊരു സഞ്ചി നമ്മൾ കടയിൽ പോകുമ്പോൾ സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് നമ്മൾ ഇത് എടുത്ത് വെച്ചേക്കുന്നത് ഞാൻ ചോദിക്കും. അപ്പം അമ്മ പറയും, എന്തിനാ കളയുന്നത്, നമുക്ക് എന്തെങ്കിലും ഒരു ഉപയോഗം വരും, എടുത്ത് വെച്ചേക്കാന്ന് പറയും. കുപ്പി പാട്ട എന്ന് വേണ്ട, നമുക്ക് ചിലപ്പം ഉപയോഗം വരും എന്ന് വിചാരിച്ച് എടുത്തു വെക്കുന്ന ഒരു 100 കാര്യങ്ങൾ എൻ്റെ വീട്ടിൽ കാണും. അപ്പം ഞാനും ഇങ്ങനെ അമ്മയെ കുറ്റം പറയും, അല്ലെങ്കിൽ ഞാൻ അമ്മയടുത്ത് ഇങ്ങനെ പറയും, എന്തിനിങ്ങനെ വെച്ചേക്കുന്നത്, അതുകൊണ്ട് വലിയ ഉപയോഗമൊന്നും ഇല്ലല്ലോ, നമുക്ക് ഉപയോഗമില്ലാത്ത സാധനം എടുത്ത് കളഞ്ഞൂടെയെന്ന്. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ പഠിക്കാൻ വരുമ്പം ഞാൻ എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് വരുന്ന കവർ അതൊരു വലിയ കവറിലാക്കി എടുത്ത് വെച്ചേക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സാധനം പൊതിഞ്ഞുകൊണ്ട് വരുമ്പോൾ കിട്ടുന്ന റബ്ബർ നമുക്ക് ഉപയോഗം വന്നാലോ എന്ന് വിചാരിച്ച് എടുത്ത് വെക്കും. അതുപോലെ തന്നെ ഈ ഡപ്പ, ലൈക്ക് നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡപ്പ കാണുവാണെങ്കിൽ അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ഇട്ട് വെക്കാനുണ്ടായിരിക്കത്തില്ല, എന്നാലും ഞാനത് എടുത്ത് വെക്കും. എന്തിനാ എനിക്ക് തന്നെ അറിയത്തില്ല. സോ ഇതുപോലെ നിങ്ങളും ഇങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ വിചാരിക്കുന്നത് ഇത് നമ്മുടെ ഒരു പ്രശ്നമല്ല, നമ്മുടെ ഒരു ഏജിൻ്റെയും അതുപോലെ തന്നെ നമ്മളിങ്ങനെ കൈമാറി കൈമാറി വരുന്നൊരു സ്വത്ത് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലൊരു സ്വഭാവമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്ത് വെക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.